BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വികസന സദസ്സിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയായ സമീപനമാണോ? ഇതിന് വേറെ അജണ്ടയില്ല. പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സ് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ചർച്ച നടത്താമല്ലോ. ചിലരിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. വികസന സദസ്സിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയായ സമീപനം ആണോ എന്ന് പ്രതിപക്ഷത്തിനോട് മുഖ്യമന്ത്രി ചോദിച്ചു. നാട്ടിലുണ്ടാകുന്ന എല്ലാ വികസനങ്ങളും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനമാണെന്ന് കാണണം. പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും പങ്കില്ലേ? എല്ലാവരും സഹകരിക്കുകയാണല്ലോ വേണ്ടത്. ഇതിന് വേറെ അജണ്ടയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ചർച്ച നടത്താമല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചിലരിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം. രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാനും ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. എന്നാൽ നാടിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ മാറാൻ പാടില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യയെ കൊന്നു. ഫേസ്ബുക്ക് ലൈവുമായി യുവാവ്. സംഭവം കൊല്ലത്ത്. കൊല്ലം പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. കലയനാട് ചരുവിള പുത്തൻവീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ച ശേഷം പ്രതിയായ ഭർത്താവ് ഐസക് പോലീസിന് മുൻപിൽ കീഴടങ്ങി. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഐസകിന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശാലിനിയുടെ കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ശാലിനിയും ഐസക്കും ഏറെ നാളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. രാവിലെ 6 മണിയോടെ ശാലിനി താമസിക്കുന്ന സ്ഥലത്തെത്തിയ ഐസക് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. ശാലിനിയും ഐസക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിലും തർക്കമുണ്ടായിരുന്നു. പുനലൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഐസക് ഒടുവിൽ കീഴടങ്ങി. പോലീസ് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് വെട്ടേറ്റ് കിടക്കുന്ന ഭാര്യയുടെ ചിത്രങ്ങളും പോലീസിന് കാട്ടിക്കൊടുത്തു. ശാലിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകം നടക്കുമ്പോൾ മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നു. NM വിജയന്റെ ആത്മഹത്യയിൽ പങ്കില്ല. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ഒരു നീക്കവും നടന്നിട്ടില്ല. ND അപ്പച്ചൻ. വയനാട്ടിലെ കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ തുറന്നടിച്ച് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ഇതുവരെ ഒരു നീക്കവും നടന്നിട്ടില്ല. KPCC യോഗത്തിൽ തന്നെ മാറ്റാൻ നിർദ്ദേശിച്ചത് താൻ തന്നെയാണ്. പുനഃസംഘടനാ ഘട്ടത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് നേതാക്കൾ പറഞ്ഞതെന്നും ND അപ്പച്ചൻ പറഞ്ഞു. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മാധ്യമങ്ങളോടുള്ള ND അപ്പച്ചന്റെ പ്രതികരണം. NM വിജയന്റേത് അടക്കമുള്ള ആത്മഹത്യകളിൽ ഒരു ബന്ധവും തനിക്കില്ല. എന്നിട്ടും തന്നെ കേസിൽ പ്രതിയാക്കുകയാണ് ഉണ്ടായത്. സഹകരണ ബാങ്കുകളിൽ പണം വാങ്ങിയുള്ള നിയമനങ്ങൾ തന്റെ കാലത്ത് നടന്നിട്ടില്ല. ഒരു രൂപ പോലും സ്വന്തം കാര്യത്തിനായി ആരിൽ നിന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധി കാണാൻ സമ്മതിച്ചില്ലെന്ന വാർത്തയ്ക്ക് പിന്നിൽ തന്നെ ദ്രോഹിക്കുക എന്ന ലക്ഷ്യമാണ്. പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞാണ് താൻ ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയത്. KPCC യോഗം കഴിഞ്ഞെത്തി പ്രിയങ്കയെ കണ്ടിരുന്നു. സാധാരണ പ്രവർത്തകനായി വന്നതാണെന്നും അവസാന ശ്വാസം വരെ പാർട്ടിക്കൊപ്പം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VC നിയമനം. ഗവർണറുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കുവാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കുവാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഗവർണറുടെ പുതിയ അപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ നിയമന പ്രക്രിയയിൽ നിന്നും ഒഴിവാക്കണമെന്ന അപേക്ഷയാണ് ഗവർണർ നൽകിയത്. സുപ്രീംകോടതി നിയോഗിച്ച 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയും ഉണ്ടായിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയെ നിയമന പ്രക്രിയയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. UGC പ്രതിനിധിയെ കൂടെ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഗവർണറുടെ ആവശ്യം പരിഗണിക്കുവാൻ കഴിയില്ലെന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത്. CPIM പ്രവർത്തകൻ കിണറ്റിൽ മരിച്ച നിലയിൽ. RSS ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. CPIM പ്രവർത്തകൻ കിണറ്റിൽ മരിച്ച നിലയിൽ. കണ്ണൂർ പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതി രാജാണ് മരിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് സ്വന്തം വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. RSS ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു.
2009 RSS പ്രവർത്തകർ ജ്യോതിരാജിനെ അതിക്രൂരമായി ആക്രമിച്ചത്. 2 കാലുകളിലും വെട്ടേറ്റിരുന്നു. ശാരീരികാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. പോലീസെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പാലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവർ ഹമാസ് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നു, വിമർശിച്ച് നെതന്യാഹു. പാലസ്തീനെ വേറിട്ട രാഷ്ട്രമായി അംഗീകരിച്ച നടപടിയിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തി. പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവർ ഹമാസ് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നു. അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മറുപടിയെന്നും നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം യാഥാർത്ഥ്യമാകില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. കാനഡയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. പലസ്തീനെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കുന്നുവെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുടെ പ്രഖ്യാപനം സർക്കാർ നയത്തിൽ നിർണായക മാറ്റമുണ്ടാകുന്നതിന്റെ സൂചനയാണ്. 75 വർഷം മുൻപ് ഇസ്രായേലിനെ അംഗീകരിച്ചതുപോലെ പലസ്തീനെയും അംഗീകരിക്കുന്നുവെന്നായിരുന്നു കിയർ സ്റ്റാമറുടെ പ്രതികരണം. ശാശ്വത സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടെന്നാണ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രതികരണം. ഫ്രാൻസും പോർച്ചുഗലും പലസ്തീൻ അനുകൂല പ്രസ്താവനയുമായി ഉടൻ രംഗത്തെത്തുമെന്നാണ് റിപ്പോർട്ട്. UDF-ലേക്ക് പോകുവാൻ തീരുമാനമെടുത്തിട്ടില്ല. ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ പരിശോധിക്കും CK ജാനു. UDF-ലേക്ക് പോകുവാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് CK ജാനു. അത്തരമൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ പരിശോധിക്കണം എന്നാണ് പാർട്ടി തീരുമാനം. ഏതെങ്കിലും മുന്നണിക്കൊപ്പം നിൽക്കണം എന്നാണ് ഭൂരിപക്ഷം പ്രവർത്തകരും ആഗ്രഹിക്കുന്നതെന്നും CK ജാനു പറഞ്ഞു. ആരുമായും മുന്നണി ചർച്ചകൾ നടന്നിട്ടില്ല. ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇടപെടണം എന്നാണ് കരുതുന്നതെന്നും എങ്ങോട്ട് പോകണമെന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും CK ജാനു വ്യക്തമാക്കി. CK ജാനുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന JRPക്ക് UDF-നൊപ്പം ചേരാൻ താൽപര്യമുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഭൂരിഭാഗം അംഗങ്ങളും UDF-നൊപ്പം ചേരാനുള്ള താൽപര്യം അറിയിച്ചത്. UDF-നൊപ്പം ചേരുന്നതാണ് ഉചിതമെന്ന് അംഗങ്ങൾ പറഞ്ഞു. NDA വിട്ട ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉടൻ ഒരു മുന്നണിയുടെ ഭാഗമാകുമെന്ന് CK ജാനു വ്യക്തമാക്കിയിരുന്നു. മുന്നണിയിൽ പരിഗണനയില്ലെന്നാരോപിച്ചായിരുന്നു CK ജാനുവിന്റെ പാർട്ടിയായ JRP NDA വിട്ടത്. കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുവാൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിരുന്നു. പാർട്ടി ശക്തമായി പ്രവർത്തനക്ഷമമാക്കുന്നതിനും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകൾ തുടങ്ങുവാനും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.